എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് 238-ാമത്തെയാണ്. ഇതിൽ വീണ്ടും ഒരു പർപ്പസിന് വേണ്ടി അതേ സാമ്പൽപൂരിലും മധ്യപ്രദേശിലുള്ള റായ്ഗാഡ് സ്ഥലത്തും വീണ്ടും സദ്ഗുരു പോന്നു. ഒരു മാസത്തിനും മുമ്പേ എങ്ങാണ്ടാണ് അവർ പോയത്. പോയപ്പം സദ്ഗുരുവും വിജിയും പിന്നെ ആശ്രമത്തിലുള്ള ആൾക്കാരും ഒക്കെയാണ് പോയത്. അപ്പം തന്നെ പോണ്ടിനെ ചുറ്റി, ആ കുളത്തിനെ ചുറ്റി, ആ മഹാനദിയിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഒരു വെള്ളത്തിൻ്റെ ഇതാണ് അവിടെ ഒരു പോണ്ടായിട്ട് കിടക്കുന്ന, ഒരു കുളമായിട്ട് കിടക്കുന്ന കുളത്തിനെ ചുറ്റി 3 പ്രാവശ്യം വലം വന്നു. സദ്ഗുരു കണ്ടു, അവിടെ ആ മരം കണ്ടു എന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു, വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് അതിൻ്റെ തുടർച്ചയായിട്ട്. അപ്പം ആ വീഡിയോ വേറെ, ഈ വീഡിയോ വേറെ ആണ്. എന്താണെന്ന് വെച്ചാൽ പോകുന്ന സ്ഥലം ഒന്നാണ്, പക്ഷേ പോകുന്നതിൻ്റെ പർപ്പസ് വേറെയാണ്, അതിൻ്റെ ഉദ്ദേശം വേറെയാണ്. ഓക്കെ, അപ്പം എനിക്ക് തെറ്റുപറ്റിയിട്ടല്ല, അത് റെപ്പറ്റീഷനുമല്ല, വീണ്ടും വീണ്ടും അതേ ആവർത്തിക്കുന്നു എന്ന് വിചാരിക്കരുത്. പക്ഷേ ഇതൊക്കെ അടുത്തടുത്ത കാലത്ത് നടക്കുന്നതാണ്. അതായത് 1996 തന്നെ നവംബറിലാണ് സദ്ഗുരുവും വിജിയും ആശ്രമത്തിലുള്ള ആൾക്കാരും കൂടെ പോയത്. ഇപ്രാവശ്യം തിരിച്ചും സദ്ഗുരുവിന് അവിടെ പോകണമെന്ന് തോന്നുന്നെങ്കിൽ അതിൽ എന്തോ കാരണമുണ്ട്. ഓക്കെ, ഇത് ഇപ്രാവശ്യം പോകുന്നത് ഈ കാർമിക് ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യാനാണ്. ഈ കാർമിക് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ? ഈ ബലം, അവരോട് ചെയ്ത കർമ്മഫലത്തിനെ മാറ്റണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ധ്യാനലിംഗം ചെയ്യാൻ മെയിനായിട്ട് ഇപ്പോൾ 3 പേരേ ഉള്ളൂ. ധ്യാനലിംഗത്തിന് എനർജി കൊടുക്കാൻ ഫിറ്റായിട്ടുള്ള ആൾക്കാർ 3 പേരേ ഉള്ളൂ. ഒന്ന് ഭാരതി, ഒന്ന് വിജി, ഇനി ഒന്ന് സദ്ഗുരു. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇങ്ങനെ ധ്യാനം ചെയ്ത് അവരുടെ ദേഹത്തിലുള്ള എനർജി ലെവലിനെ കൂട്ടി വരുന്നത്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് 1-2 ദിവസമോ 1-2 മാസങ്ങളോ അല്ല, വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 1 വർഷത്തിന് മുകളിലായി ഈ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട്. അതുമാത്രമല്ല, ഈ പ്ലാനിങ്ങൊക്കെ ഒരു ജന്മത്തിന് മുന്നേ ഒരു ശിവൻ കോയിലിൽ വെച്ച് ഇട്ട പ്ലാനാണ്. ഓക്കെ, അങ്ങനെയാണ് ഭാരതിക്ക് 2 പിങ്കള നാഡിയോടുകൂടി ജനിച്ചത്. എന്നുവെച്ചാൽ ആ ഒരു മേൽ ശക്തി വേണം, പെണ്ണായിരിക്കണം, അതേ സമയത്ത് അതിൽ കുറച്ച് മേൽ എനർജി കൂടുതലായിട്ട് വേണം. ഈ കണക്കുകളൊക്കെ സദ്ഗുരു ഇതിൻ്റെ മുൻജന്മത്തിൽ ഭാരതിയാണ് കൂടെ ഇരുന്നത്. അപ്പം ഭാരതിയാണ് ഒരു ശിഷ്യനായിട്ട് അവിടെ നിന്നത്. അവൻ്റെ പേരാണ് വിഭൂതി. ഓക്കെ, അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈ ഡോട്ട്സൊക്കെ കണക്ട് ചെയ്യുമ്പം ഫുൾ കഥയും മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത് നേരത്തെ സദ്ഗുരുവും വിജിയും ആശ്രമൈറ്റ്സും കൂടെ ഒരു ട്രിപ്പ് പോയത്. ഓക്കെ, അത് വന്ന് ഒക്ടോബർ 96 96 ഒക്ടോബറിൽ. ഇത് ഡിസംബർ 96 സ്വാമി നിർമ്മലാനന്ദയുടെ മഹാസമാധിക്ക് പോയി. ഡിസംബർ, അത് 10-ാം തീയതിയായിരുന്നു. ജനുവരി 10-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹാസമാധി. പക്ഷേ അതിന് മുമ്പേ ഡിസംബറിലാണ് ഇവരെല്ലാം പോയി അദ്ദേഹത്തിനെ കാണുന്നത്, ഒടുക്കം. പിന്നെ ഈ ഡിസംബർ 3-ാമത്തെ ആഴ്ച, അതായത് 1996 3-ാമത്തെ ആഴ്ച ഡിസംബറിൽ സദ്ഗുരു വീണ്ടും ആ സാമ്പൽപൂർ പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇപ്രാവശ്യം ഭാരതിയെയും കൂടെ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. അപ്പം ഭാരതി എടുത്ത് ചോദിക്കുന്നു, ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോകുവാണ്, ഞാനും വിജയും മാത്രമാണ് പോകുന്നത്, വിജയും കുഞ്ഞും കൂടെ പോകുന്നുണ്ട്, നീയും കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ശരിക്കും സദ്ഗുരുവിന് ഭാരതിയെ കൊണ്ടുപോകണമെന്നാണ്. അപ്പം
ഭാരതി ഇങ്ങനെ ആലോചിച്ചു, ഇത് ഓൾറെഡി 3rd വീക്ക് ഓഫ് ഡിസംബറായി, ഇനിയും പിള്ളേർക്കൊക്കെ അവരുടെ മക്കളുടെ കാര്യമല്ലേ ആദ്യം ചിന്തിക്കുന്നത്. അപ്പം 2 മക്കളുണ്ട്. അപ്പം ഈ 2 മക്കൾക്കും ഇപ്പം ഡിസംബർ വെക്കേഷനാണ്, ക്രിസ്മസ് വെക്കേഷനാണ്. അതിന് പിന്നെ ഈ പൊങ്കലിന് ഒരു 10 ദിവസം ലീവ് വരും. അപ്പോൾ എല്ലാം കൂടെ ഒരു 10-15 ദിവസം ലീവ് കിട്ടും കുട്ടികൾക്ക്. എന്നാൽ പിന്നെ അവരെ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്താക്കിയിട്ട് നമുക്ക് പോകാം എന്നുള്ള ഒരു പ്ലാനിങ്ങോടെ കൂടി ഭാരതി വരാമെന്ന് പറഞ്ഞു. അപ്പം ഹൈദരാബാദിലുള്ള ഭാരതിയുടെ ചേട്ടൻ്റെ വീട്ടിൽ 2 മക്കളെയും കൊണ്ടാക്കിയിട്ട് ഭാരതിയും കൂടെ ഇവരുടെ കൂടെ പുറപ്പെട്ടു. അത് ഡിസംബർ 26-ാം തീയതിയാണ് ഇവർ ട്രിപ്പിന് പോകുന്നത്. ഈ ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂട്ട് വെക്കേഷൻ ട്രിപ്പോ ജോളി ട്രിപ്പോ ഒന്നുമല്ല. ഇതൊക്കെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കാർമിക് ഡെപ്റ്റ് കടം, അതായത് കർമ്മഫലൻ്റെ കുറേ തൂങ്ങിക്കിടക്കുന്നു, സഞ്ചിത കർമ്മയുടെ ബാക്കി തൂങ്ങിക്കിടക്കുന്നു അവരുടെയൊക്കെ മുതുകത്ത് പുറത്ത്. അപ്പോൾ അതെല്ലാം അങ്ങ് അലിച്ചു കളഞ്ഞാൽ മാത്രമേ ഇവർക്ക് 100% സമർപ്പണത്തോടുകൂടി അർപ്പണിക്കുന്ന പോലെ ധ്യാനലിംഗത്തിനെ ഉണ്ടാക്കാനുള്ള കഴിവ് ഇവർക്ക് കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ മെയിൻ കാരണം. അതിനു വേണ്ടിയാണ് സദ്ഗുരു കൊണ്ടുപോകുന്നത്. അപ്പം സദ്ഗുരുവും ഭാര്യയും നേരത്തെ പോയപ്പോഴും സദ്ഗുരുവിന് എന്തൊക്കെയോ തോന്നി. പക്ഷേ അവിടെ ഭാരതി വരാത്തതിൻ്റെ ഒരു കുറവ് കണ്ടു. അപ്പം ഭാരതിയുടെ കർമ്മഫലനിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം, കുറച്ചും കൂടെ തിരുത്തങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് 2ാമത് പോകുന്നത്. അതുകൊണ്ടാണ് ഭാരതിയും വിളിച്ചത്. എന്തോ ദൈവാധീനം ഭാരതിയും ഓക്കെ പറഞ്ഞു. അങ്ങനെ 26-ാം തീയതി ഇവരെല്ലാം കൂടെ പോയി. അത് മാത്രമല്ല, ഈ വിജിക്കും ഭാരതിക്കും ഇടയിലുള്ള കാർമിക് ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ഒരു തടസ്സം എന്ന് വെച്ചാൽ ഒരു മറ ഉണ്ട്, അത് മാറ്റണം. ഇതൊക്കെ മുൻകൂട്ടിയെ കണ്ടുകൊണ്ടാണ് സദ്ഗുരു നിങ്ങൾ 2 പേരും ഫ്രണ്ട്സായിട്ടിരിക്കണം, അപ്പം സംസാരിക്കണം, ഇൻട്രാക്ട് ചെയ്യണം, നിങ്ങൾ ഒത്തൊരുമിച്ച് ക്രിയ ഒക്കെ ചെയ്യണം, സാധനകൾ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും ചിലർക്ക് ചിലരുടെ കൂടെ ചില രീതിയിലേ അടുക്കാൻ പറ്റത്തുള്ളൂ, ചിലർക്ക് ചിലരുടെ കൂടെ അടുക്കാനേ പറ്റത്തില്ല. അത് നമുക്കും അങ്ങനെയാണ്. അത് നേരത്തെ സദ്ഗുരു പറഞ്ഞ പോലെ ഈ ബാരിയേഴ്സ് എന്ന് വെച്ചാൽ ഒരു തട, ഒരു മറ, ഒരു തെര കിടപ്പുണ്ട്, ഒരു കർട്ടൻ പോലെ ഒരു തെര കിടപ്പുണ്ട്. ആ തെര അങ്ങ് മാറ്റിയാൽ, ആ കർട്ടനെ അങ്ങ് മാറ്റിയാൽ മാത്രമേ ഇവരുടെ എനർജി ഒന്ന് ചേരത്തുള്ളൂ. ആ എനർജി സംഗമം വേണമെങ്കിൽ ഇവർ 2 പേരെയും പൂർവജന്മങ്ങളിൽ ജനനമെടുത്ത് ആ സ്ഥലങ്ങളിലൊക്കെ പോകണം. ഇതൊക്കെ നമുക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് പൂർവ്വജന്മം, നമ്മൾ കഴിഞ്ഞ ജന്മം എവിടായിരുന്നു, എന്തോ ചെയ്തു എന്ന് ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പോന്നു. ഓക്കെ. പക്ഷേ ഒരു ധ്യാനലിംഗം ചെയ്യണമെന്നൊക്കെ പുറപ്പെട്ടിരിക്കുമ്പം അത്രയും സാധന ചെയ്തുകൊണ്ടാണ് സദ്ഗുരുവിന് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ. അപ്പം ഇവർ ഈ 2 പേര് തമ്മിലുള്ള കാർമിക് ബാരിയേഴ്സ്, ഈ കർമ്മഫലം കൊണ്ടുള്ള തിരശ്ശീലയെ മാറ്റണം. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തുവാന്ന് വെച്ചാൽ മുൻ ജന്മങ്ങളിൽ അവർ താമസിച്ച സ്ഥലങ്ങളിൽ പോകണം എന്ന് ഉണ്ട്. അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞുകൂടാ, കാണും. അതുകൊണ്ടാണ് സദ്ഗുരു അതൊക്കെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ അതുമാത്രമല്ല, ഈ ഭാരതിയും വിജയും ഒന്നിച്ച് അവരുടെ 2 എനർജിയും ഒന്നിച്ചാക്കുന്നതിലാണ് ഇപ്പം സദ്ഗുരുവിനുള്ള പ്രയാസമേ. എന്താണെന്ന് വെച്ചാൽ ബേസിക്കായിട്ട് 2 പേരുടെയും സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പം നേരത്തെ ഭാരതി ചോദിക്കുമായിരുന്നു വിജയെടുത്ത്, നീ എന്താ റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്ന് നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിന് സഹായിക്കരുതോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അവർ ചോദിച്ചുകൊണ്ട് എന്നല്ല, എന്തായാലും വിജിക്ക് തോന്നി റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്നു.
ഇപ്പം ഭാരതിയുടെ ചോദ്യം എന്തുവാണോ, നീ ഇപ്പം എന്തിനാ മഹാസമാധി എന്ന് അതിൻ്റെ പുറയിൽ നടക്കുന്നേ? നിനക്ക് കുറച്ചും കൂടെ നാൾ ജീവിച്ചിരുന്ന് നിൻ്റെ ഭർത്താവിൻ്റെ ഒരു നോക്കം ഒരു 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 ഐഡിയ ഉണ്ടല്ലോ, ധ്യാനലിംഗം ചെയ്യണമെന്ന് അദ്ദേഹം അത്രയും ആഗ്രഹിക്കുന്നില്ല. അപ്പം നീയല്ലേ കൂടെ നിന്ന് സഹായിക്കേണ്ടേ? ഇപ്പം ഞാൻ മഹാസമാധി അടയാൻ പോവുക എന്ന് പറഞ്ഞ് മഹാസമാധി കിട്ടാൻ വേണ്ടി ഞാൻ പലതും ചെയ്യുമെന്നൊക്കെ പോകുന്നതിൽ എന്തോ അർത്ഥം എന്ന് ഭാരതി വീണ്ടും വീണ്ടും വിജയെ ചോദിക്കുവാണ്. അപ്പം അതിൽ നിന്ന് എന്തുവാ, ഇവർക്ക് രണ്ടുപേർക്കും മനപ്പൊരുത്തം ഇല്ലാത്തതിൻ്റെ കാരണം കാർമിക് പൊരുത്തമില്ല. എനർജി ലെവലിൽ ഇവർ രണ്ടുപേരും ഇതുവരെ ഒരേ ലെവലിൽ ആയിട്ടില്ല. അപ്പം ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിലും എത്ര ദൂരം ഒത്തുവരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ബുക്കിൽ നിന്ന് കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അപ്ലിക്കബിൾ ആകുന്നു, എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പലതും ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ചിലരിടത്ത് നമ്മൾ ഒത്തുപോകണമെന്ന് വിചാരിക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു, എന്തൊക്കെയോ ചെയ്തു നോക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ 1-2 ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ മരിച്ചുപോയി. എന്ത് സ്നേഹം കൊടുത്താലും അവർക്ക് നമ്മളുടെ സ്നേഹം വേണ്ട. അപ്പം ഞാൻ പഠിച്ചതെല്ലാം വേറെ ഒന്നിലും ഒരു മയത്തിലാക്കി ഒരാളെ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പം അവർക്ക് നമ്മളോട് അടുപ്പം തോന്നും എന്നാണ്. പക്ഷേ ഞാൻ ചിലയിടത്ത് 100% ഫെയിലിയറാണ്. എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റണമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. നമ്മളുടെ സ്നേഹം അവർക്ക് വേണ്ട. എത്ര സ്നേഹം കാണിച്ചാലും അവർക്ക് നമ്മളുടെ സ്നേഹം വേണ്ട. അതവർ അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ കാർമിക് രീതിയിൽ നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല. എൻ്റെ സോൾ ലെവൽ വേറെ, അവരുടെ സോൾ ലെവൽ വേറെ. അപ്പോൾ അവർക്കും നമുക്കും പൊരുത്തപ്പെടാനേ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളെ ചുറ്റിയുള്ളവരുടെ ലൈഫിൽ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കണം. ഇപ്പം ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഉണ്ട്. അവർ തമ്മിൽ മനപ്പൊരുത്തം ഇല്ലെങ്കിൽ ഒരു പൊരുത്തവും ഇല്ല. അവരുടെ ജീവിതം പാഴ്. അതേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളുടെ വിധി അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ സോൾ പ്ലാനിങ്ങിൽ അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ജീവിച്ചേ പറ്റൂ. നമ്മൾ പല പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മളുടെ കൂടെ പൊരുത്തപ്പെടാത്ത ആൾക്കാരെ നമ്മൾ സോൾ പ്ലാനിങ് സമയത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ മുഖാന്തരം നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അവനവൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ അപ്പം ഇവർ 3 പേരും കൂടെ, ആര്? സദ്ഗുരു, വിജി, കുഞ്ഞ്, അല്ലാതെ ഭാരതി, ഇവരെല്ലാം കൂടെ സാമ്പൽപൂർ പോയി. സാമ്പൽപൂർ എന്ന് പറയുന്നത് ഒറീസയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് സാമ്പൽപൂർ. സാമ്പൽപൂർ എന്ന് പറയുന്നത് ആദിവാസികളുടെ ജനത്വ കൂടുതലുള്ള സ്ഥലമാണ്. ആദിവാസികളുടെ ഏരിയ ആണ് സാമ്പൽപൂർ. അവിടെ ഹിരാക്കുണ്ട് എന്നൊരു ഡാമുണ്ട്. ഒരു 10-16 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ ഒരു ഹിരാക്കുണ്ട് ഡാമൊക്കെ ഉണ്ട്. ശരിയെന്ന് അവിടെ പോയി. അവിടുന്ന് ഒരു 1 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോയാലാണ് ഈ മുക്തീശ്വർ ടെമ്പിൾ. ഈ മുക്തീശ്വർ ടെമ്പിളിലാണല്ലോ കഴിഞ്ഞ ജന്മം സദ്ഗുരുവും ഈ വിഭൂതിയും കൂടെ ഇരുന്ന്, വിഭൂതി എന്ന് പറയുന്നത് ഈ ഭാരതി, വിഭൂതിയും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ മുക്തീശ്വർ ടെമ്പിളിലാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ആ മുക്തീശ്വർ ടെമ്പിളിൽ പോന്നു. അപ്പം ഭാരതിക്ക് അതൊരു പുതിയ സ്ഥലമായിട്ടേ തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇതെല്ലാം ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ തേജാവു എന്ന് പറയുന്ന പോലെ ഇതെല്ലാം കണ്ട് പരിചയമുള്ള സ്ഥലങ്ങളാണ്.
അപ്പോൾ ഭാരതി ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ വരുന്നത്. പക്ഷേ അവർക്ക് ഭയങ്കര ഫെമിലിയറായിട്ടുണ്ട് ആ സ്ഥലം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് രണ്ടാമത്തെ സമയമായിൽ തന്നെ ഈ സ്ഥലങ്ങളെല്ലാം പിടികിട്ടി. ധ്യാനത്തിലിരിക്കുമ്പം തന്നെ ഈ സ്ഥലങ്ങളൊക്കെ അവർക്ക് ഓർമ്മയിൽ വന്നു. അങ്ങനെ. പക്ഷേ വിജി ഇതിനു മുമ്പേയും പോയതാണ്, 1 മാസത്തിന് മുമ്പേ പോയതാണ്. എന്നിട്ടും വിജിക്ക് ആ പഴയ ഓർമ്മയൊന്നും വരുന്നില്ല. അപ്പം ഇതെല്ലാം എടുത്ത് പറയുക. സദ്ഗുരു ഓരോ കാര്യങ്ങളും വിജിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നെ ഈ 3 പേരും ആ മുക്തേശ്വർ ശിവൻ കോയിലിൽ 3 ദിവസം അവിടെ തന്നെ ഇരുന്ന് ധ്യാനിക്കുന്നു. അവിടെ അങ്ങ് ഡീപ്പായിട്ടിരുന്ന് ധ്യാനിക്കുമ്പോഴാണ് ഈ പഴയ സഞ്ചിത കർമ്മയിലുള്ള നെഗറ്റിവിറ്റിയൊക്കെ മാറുന്നത്. അതിനാണ് അവരവിടെ പോയി ധ്യാനം ചെയ്യുന്നത്. അതിനാണ് സദ്ഗുരു ഭാരതിയും കൂടെ കൊണ്ടുപോയത്. സോ ഒരു 10-15 ദിവസത്തിന് മുമ്പ്, ഇത് ഡിസംബർ 3-ാമത്തെ ആഴ്ച, അപ്പം ഒക്ടോബർ നവംബറിലൊക്കെയാണല്ലോ ഇവർ വന്നത്. എന്നിട്ടും വിജിക്ക് ഒരു ഓർമ്മയില്ല, അതിനെക്കുറിച്ചുള്ള ഒരു റിക്കലക്ഷനും മനസ്സിൽ വരുന്നില്ല. പിന്നെ ഇപ്പം പൊതുവേ നോക്കുമ്പം വിജിയുടെ ഔട്ട്ലുക്കൊക്കെ മാറിയിട്ടുണ്ട്. ഔട്ട്ലുക്ക് എന്ന് വെച്ചാൽ മുഖത്തൊരു തേജസ്സുണ്ട്. സദ്ഗുരുവിനെ കാണുന്നതേ ഒരു റെസ്പെക്റ്റോടെയാണ് കാണുന്നത്. ഓഫ്കോഴ്സ് സദ്ഗുരു ഭർത്താവാണ്, റെസ്പെക്റ്റ് കൊടുക്കണം തന്നെ. പക്ഷേ മുമ്പുള്ള ഒരു കാഷ്വലായിട്ടുള്ള ഒരു ഇടപഴകുന്ന രീതി കുറഞ്ഞു വരുന്നു. ഒരു ഗുരുവിൻ്റെ പുറത്തുള്ള ഒരു റെസ്പെക്റ്റ് പോലെയാണ് അങ്ങനെയാണ് സദ്ഗുരുവിനെ വിജി കാണുന്നത്. പിന്നെ 3 പേരും കൂടെ വണ്ടിയിൽ റായ്ഗാഡ് എന്നുള്ള സ്ഥലത്ത് പോയി. ഈ റായ്ഗാഡ് സ്ഥലം എന്ന് പറയുന്നത് മധ്യപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. അതായത് ഒരു സൈഡ് സാമ്പൽപൂർ എന്ന് പറയുന്നത് വെസ്റ്റേൺ സൈഡ്, പടിഞ്ഞാറത്തെ സൈഡ്. ഈ ഈസ്റ്റേൺ സൈഡ് വരുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്താണ് മധ്യപ്രദേശ്. മാപ്പിൽ നോക്കിയാൽ അതിൻ്റെ അടുത്തായിട്ടാണ് മൊബൈൽ. അപ്പോൾ ഇത്രയും ദൂരം വെസ്റ്റിൽ നിന്ന് ഈസ്റ്റ് വരെ അവർ ട്രാവൽ ചെയ്ത് മധ്യപ്രദേശിലുള്ള റായ്ഗാഡ് എന്നുള്ള സ്ഥലത്ത് വന്നു. ഒരു ബോർഡർ, കിഴക്കേ ഭാഗത്തുള്ള ബോർഡറിലാണ് ഈ റായ്ഗാഡ്. അവിടെ വന്നപ്പോഴും ഭാരതിക്ക് നല്ലപോലെ ആ തേജാവു എന്നുള്ള ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടതാണ്. അതായത് അവിടെ ഒരു ശിവൻ ടെമ്പിളാണ്. അപ്പോൾ ആ ശിവൻ ടെമ്പിളിൽ മണി അടിക്കുന്നതൊക്കെ ഭാരതിക്ക് നല്ലപോലെ എവിടെയോ കേട്ട പോലെ നല്ല ഒരു പരിചയം. നമ്മൾ പറയുന്നില്ലേ, എവിടെയോ കണ്ട ഒരു മുഖപരിചയമുണ്ട് എന്ന് പറയത്തില്ലേ, അതുപോലെ ആ റായ്ഗാഡിലുള്ള ശിവൻ ടെമ്പിളിൽ പല പ്രാവശ്യം പോയിട്ട് വന്നതുപോലെ. സത്യത്തിലും പറഞ്ഞാൽ ഇതിൻ്റെ മുൻജന്മത്ത് ഭാരതി കൊച്ചു പെണ്ണായിരിക്കുമ്പം എന്നും ഈ ശിവൻ കോയിലിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ആ മണിയടിയും ആ മണിയുടെ ശബ്ദവും എല്ലാം വളരെ ഈ ജന്മത്ത് എന്തോ ഇന്നലെ നടന്ന പോലെ ഒരു തോന്നൽ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതെല്ലാം ആ സംയമമായി ചെയ്യുമ്പം കിട്ടിയ വിഷനാണ്. ഓക്കെ, അങ്ങനെ. പിന്നെ ആ റായ്ഗാഡിലെ ആ സ്ട്രീറ്റ്, ആ തെരുവിൽ പോയി. ഒരു റായ്ഗാഡ് എന്നുള്ള സ്ഥലത്തുള്ള ഒരു തെരുവിലാണ് ഈ ബ്രാഹ്മിൺസ് താമസിക്കുന്നത്. ആ ബ്രാഹ്മിൺസ് താമസിക്കുന്ന ബ്രാഹ്മിൺസിൻ്റെ കോളനി. ഇപ്പം നമുക്കിവിടെ ഇപ്പോഴും നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ചുറ്റിയിലും ഈ ചെറിയ അഗ്രഹാരം എന്ന് പറയും, തെരുവ് വീടുകൾ എന്ന് പറയും. ഇപ്പോഴും ഓടിട്ട വീടുകൾ ഇഷ്ടം പോലെ ഉണ്ട് തെക്കേ നട, വടക്കേ നടയിലൊക്കെ. അതുപോലെയാണ് ഒരു അമ്പലം ഉണ്ടെങ്കിൽ ആ അമ്പലത്തിനെ ചുറ്റിയാണ് ബ്രാഹ്മിൺസൊക്കെ ചെറിയ ചെറിയ വീടുകൾ വെച്ച് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ബ്രാഹ്മിൺ കോളനിയിലാണ്, ആ ടെമ്പിളിനെ ചുറ്റിയുള്ള ബ്രാഹ്മിൺ കോളനിക്ക് നേരെ പോയി. ആ ടെമ്പിളിൻ്റെ രൂപം ഒന്നും മാറിയിട്ടില്ല. കഴിഞ്ഞ ജന്മം എങ്ങനെ കഴിഞ്ഞ ജന്മമല്ല, എത്രയോ 3-4 ജന്മത്തിന് മുമ്പേ, 100-400 വർഷത്തിന് മുമ്പേ എങ്ങനെ ആ ടെമ്പിൾ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ ഒരു മാറ്റമില്ലാതിരിക്കുന്നു. അപ്പം ആ മാറ്റം വരാത്തതിന് കാരണം പോലും സദ്ഗുരുവിന് ഈ ജന്മത്തിൽ വരുമ്പം അത് സദ്ഗുരുവിനെ കൊണ്ട് അത്
മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം അത് ടെമ്പിളിൽ അമ്പലത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല, അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ ബ്രാഹ്മൺ കോളനി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, പെണ്ണിൻ്റെ കൂടെ ഉള്ള സ്നേഹം, ശാംഭവി എന്നുള്ള ബ്രാഹ്മൺ പെണ്ണിനെ ഇഷ്ടപ്പെട്ടതും അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അതൊക്കെ കാണാനും അവിടെയൊക്കെ ഉള്ളതും ആ പഴയ ഓർമ്മകളെ പുതുപ്പിക്കാനും അവിടെ പുതുപ്പിക്കാനെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ആ കർമ്മയെ തീർക്കണം. അവിടെ നിന്ന് കിട്ടിയ ഉണ്ടാക്കിയ കർമാക്കളെ അവിടെ തന്നെ വന്ന് നശിപ്പിച്ച് കളയണം. അതായിരുന്നു സദ്ഗുരുവിൻ്റെ ഉദ്ദേശം. അങ്ങനെ പോയി. അപ്പോൾ ആ കോളനിയൊക്കെ നല്ല പോലെ മനസ്സിലാക്കാൻ പറ്റുന്നു. എവിടെ 400 വർഷത്തിന് മുമ്പേ നടന്ന കാര്യമാണ്, പക്ഷേ ക്ലിയറായിട്ട് സദ്ഗുരുവിന് മനസ്സിലാവുന്നുണ്ട്. അവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്. ആ മരങ്ങളുടെ ഇടയിൽ ഈ പർട്ടിക്കുലറായിട്ടുള്ള ഒരു മരത്തിനെ സദ്ഗുരുവിനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി, കണ്ടുപിടിക്കാൻ പറ്റി. എന്ന് വെച്ചാൽ ആ മരത്തിൽ കെട്ടിയാണ് സദ്ഗുരുവിനെ പാമ്പ് കൊണ്ട് കടിപ്പിച്ച് കൊന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ അത് കണ്ടല്ലോ. ആ മരത്തിൻ്റെ പഴയ മരത്തിൻ്റെ എല്ലാം പോയി. 400 വർഷമായില്ലേ, പഴയ മരത്തിൻ്റെ എല്ലാം ഇറ്റുപോയി. പക്ഷേ ആ മരത്തിൻ്റെ ബാർക്ക്, അതിൻ്റെ മേളിലുള്ള ആ ഒരു മരത്തിൻ്റെ ഒരു വെളിയിലിങ്ങനെ ബാർക്ക് പോലെ ഇരിക്കത്തില്ലേ, പട്ടയായിട്ട്, അതിലാണ് ആ മരത്തിൻ്റെ വിത്ത് തന്നെ വീണ് ഒരു പുതിയ മരം അവിടെ കിളിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മരവും ആ മരവും ഒന്ന് തന്നെയാണ്. അതെ, ഈ മരത്തിലാണ് സദ്ഗുരുവിനെ കെട്ടി പാമ്പ് കൊണ്ട് കൊത്തി കൊന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ പാമ്പിൻ്റെ വിഷം കൊണ്ട് സദ്ഗുരു അങ്ങനെ കമന്നാണ് വീണത്. കമന്ന് വീണു കേട്ടു. ബോഡി ആദ്യം എവിടെയും ഓടിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിയത്. കെട്ടി പാമ്പിനെ കൊണ്ട് കൊത്തി കടിപ്പിച്ചപ്പം വിഷം അങ്ങനെ പരവുന്നില്ല. അപ്പോഴത്തേക്ക് അവരയച്ചു വിട്ടോ, അതോ സദ്ഗുരു തന്നെ അങ്ങ് വീണതാണോ? അങ്ങനെ അതായത് ഇങ്ങനെ മുഖം മണ്ണി പൊതയുന്ന പോലെ കമന്നടിച്ചാണ് വീണത്. അതും അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവരെന്നെ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നു, കൊല്ലുന്നു. അപ്പം ഇവരുടെ മുമ്പിൽ ഞാൻ വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞാണ് ഒടുക്കം വരെ ഒരു പിടിവാശിയിലാണ് നിന്നത്. അല്ലാതെ അയ്യോ എന്നെ കൊന്നു, പാമ്പ് കൊണ്ട് കടിപ്പിച്ചു, എന്നെ കൊന്നു, അവന്മാരങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ നശിച്ചു പോട്ടെ, അങ്ങനെ ഒന്നും പറഞ്ഞില്ല. വളരെ ജെൻറ്റിൽമാനായിട്ട് ഒടുക്കം വരെ ഇവരുടെ മുമ്പിൽ ഞാൻ താന്നു പോകരുത് എന്നുള്ള ഒറ്റ ഒരു വെറിത്തനത്തിലാണ് അദ്ദേഹം അങ്ങനെ നിന്നത്. പിന്നെ ഒടുക്കം അവയർനെസ് എന്ന് വെച്ചാൽ ഞാൻ മരിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ മനസ്സിലായി. മരിക്കാൻ പോകുന്നു, പാമ്പാണ് കൊത്തിയത്, വിഷം പരവുന്നു, അതെല്ലാം ബിൽവയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ മനസ്സ് എത്ര പിടച്ച് കാണും, എത്ര വേദനിച്ച് കാണുമെന്ന് ആലോചിച്ച് നോക്കണം. ആ വേദനയാണ് ഇപ്പോഴും ആ മരത്തിനെ ചുറ്റി ഉള്ളത്, ആ എനർജിയാണ്. അപ്പം അവിടെ പറയുന്നത് ഈ ഞാൻ മരിക്കാൻ പോന്നു, ജീവൻ പോന്നു എന്നുള്ളതിൻ്റെ അവയർനെസ്, ആ ഒരു ബോധം ഒടുക്കമാണ് വന്നത്. അതും ഏതോ ഒരു ദൈവീക ശക്തിയെ കൊണ്ടാണ്. അതിൽ ആ സമയത്ത് പോലും ജീവൻ ദേഹത്തിനെ വിട്ട് പോകാറായ സമയത്ത് പോലും ആ ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് കംപ്ലീറ്റ് 100% അവയർനെസ്സോട് ബോധത്തോടു കൂടി ജീവനെ അവിടെ വിട്ടത്. അതുകൊണ്ട് തന്നെയാണ് 400 വർഷം കഴിഞ്ഞും അവിടെ അതേ സ്ഥലത്ത് പോകുമ്പം അതേ എനർജി, അത്രയും എനർജി അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പം ഈ ആശ്രമത്തിലുള്ള ഇൻമേറ്റ്സിനെയൊക്കെ കൊണ്ടുപോയപ്പം ചിലരൊക്കെ കരയുന്നു, ചിലരൊക്കെ അവിടെ കിടന്ന് ഉരുളുന്നു, ചിലരൊക്കെ എങ്ങനെയൊക്കെയോ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ എനർജിയുടെ ഇതാണ്. അതായത് ഒരു പിച്ചാത്തി എടുത്ത് എനർജിയെ അങ്ങനെ വെട്ടിയെടുക്കാം, അത്രയ്ക്ക് കട്ടിക്കാണ് അവിടുത്തെ ആ എനർജി ഉള്ളത് എന്ന് പറയുന്നു. ഓക്കെ,
അപ്പം ഇതാണ് ഡിസംബർ 3-ാമത്തെ ആഴ്ചയിൽ ഇവർക്ക് അവിടെ വീണ്ടും പോകാൻ ഇടവന്നതും പ്ലാൻ ചെയ്ത് തന്നെയാണ് പോയതും. അവിടുത്തെ ലാസ്റ്റ് മിനിറ്റിൽ അവരുടെ ബാക്കി കർമാക്കളെയെല്ലാം സഞ്ചിത കർമാക്കളെയെല്ലാം തീർത്ത് വയ്ക്കാൻ വേണ്ടിയും ഇവർ തമ്മിലുള്ള എനർജിയെ ഒന്നിച്ച് ചേർക്കാൻ വേണ്ടിയുമാണ് ഇവർ രണ്ടുപേരെയും കൂടെ, വിജയിയും ഭാരതിയും ഒന്നിച്ച് സദ്ഗുരു 2-ാമത്തെ പ്രാവശ്യമായിട്ട് പോയി അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വന്നത്. ഓക്കെ, അപ്പം ഇത് ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.